മഴക്കാലമാണ്. ദുരന്തങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലാണ്. ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടാവുന്നുണ്ട്, വെള്ളപ്പൊക്കം, ഇങ്ങനെയുള്ള പല പല ദുരന്തങ്ങളാണ് നമ്മുടെ കേരളത്തിലായിരുന്നാലും മറ്റ് സംസ്ഥാനങ്ങളിലായിരുന്നാലും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൺമുന്നിൽ തന്നെയാണ് ഓരോന്നും കാണുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ്, ഇതിൽ നിന്നൊക്കെ എങ്ങനെ നമുക്ക് മെൻ്റലി അല്ലെങ്കിൽ ഹെൽത്ത് വൈസ് ആയിട്ടൊക്കെ റിക്കവർ ആവാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എന്നോടൊപ്പം ഉള്ളത് എമർജൻസി മെഡിസിൻ SUT ഹോസ്പിറ്റൽ ബിനു ബ്രൈറ്റ് ഡോക്ടർ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു ഡോക്ടർ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ദുരന്തങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു 2018 മുതൽ കാണുന്നതാണ് ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇടയ്ക്ക് കൊറോണ വന്നു, അതോടെ തന്നെ വെള്ളപ്പൊക്കം, ഇങ്ങനെയുള്ള പല പല ദുരന്തങ്ങളാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് സംഭവിച്ചതാണ് വയനാട്ടിലെ ഈ ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്നത്, ആ ഒരു മണ്ണിടിച്ചിൽ. ഇത് കാരണം ഒരുപാട് പേർക്ക് ഒരു മരണവും ഉണ്ടായി. അതോടൊപ്പം തന്നെ മെന്റലി ഒരുപാട് ഡൗൺ ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട് നമുക്കിടയിൽ. എല്ലാ വർഷവും മഴയാണ്, മഴക്കാലം വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ ഒന്ന് തരണം ചെയ്യാൻ സാധിക്കുന്നത്? നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും ഡിസാസ്റ്റേഴ്സ് നമുക്കൊരു മുന്നറിയിപ്പ് തരുന്നില്ല. പെട്ടെന്നുണ്ടാവുന്ന ഒരു കലാമിറ്റി സഡൻ ആയിട്ട് വരുന്നത്. അതെ. അപ്പൊ ഇതിൽ എഫക്ട് ചെയ്യുന്ന ഒരു നേരത്തെ പറഞ്ഞ പോലെ ആക്ച്വലി മരണങ്ങൾ മാത്രം നമ്മൾ നോക്കുന്നുള്ളൂ. പക്ഷെ ഇതിന് ചുറ്റുപാടുമുള്ള ഒരുപാട് എക്സ്ട്രാ കാഷ്വാലിറ്റീസും ഉണ്ട്. അത് പലപ്പോൾ ഫിസിക്കലായിരിക്കാം, ഫിനാൻഷ്യൽ ആയിരിക്കാം, മെന്റൽ ആയിരിക്കാം. പല രീതിയിൽ ആൾക്കാർ ഇത് എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആക്ച്വലി നമുക്ക് ഡിസാസ്റ്റർ അവോയ്ഡ് ചെയ്യാവുന്ന എല്ലാ സിറ്റുവേഷൻസും എന്താ പറയുക, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിൽ ഉണ്ടാക്കുക, നമ്മുടെ ഗവൺമെൻറ് ലെവലിലാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ആസ് എ ഹെൽത്ത് കെയർ പ്രൊവൈഡർ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, എപ്പോഴും ഡിസാസ്റ്റേഴ്സിൽ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ നോക്കുക. ഇതിലെപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി ആദ്യം ഇമ്പാക്റ്റ് ആക്കുന്ന സ്ഥലത്ത് പോവുക, അവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കുക, അവിടെ എന്ത് ഹെൽപ്പ് വേണമെന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലെപ്പോഴും സിവിയറിറ്റി ഇഞ്ചുറീസ് ഉള്ള ആൾക്കാരെ നമ്മൾ എത്രയും പെട്ടെന്ന് ആ സ്ഥലത്ത് നിന്ന് നമ്മൾ മാറ്റും. ബാക്കിയുള്ള ആൾക്കാർ, ഇപ്പോൾ ഒരു മൈൽഡ് ടു മോഡറേറ്റ് അസുഖങ്ങളുള്ള ആൾക്കാരെ നമ്മൾ അവിടെ തന്നെ ഒരു ക്യാമ്പിംഗ് പോലെ പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ അവിടെ തന്നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ പലപ്പോഴും നമ്മൾ ഡിസാസ്റ്റേഴ്സ് മിക്കതാണെങ്കിലും നമുക്ക് അവരുടെ വീടും ഇതൊക്കെ നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പിന്നെ അവിടെ താമസിക്കാൻ പറ്റും. ഇപ്പോൾ വെള്ളപ്പൊക്കം നമ്മൾ എടുത്താൽ തന്നെ ആ ഒരു ഏരിയ കംപ്ലീറ്റ്ലി വെള്ളത്തിനടിയിലായിപ്പോയി. അപ്പോൾ ഇവരെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ മാറ്റി താമസിക്കുന്നൊപ്പം തന്നെ ഇവിടെ ഹെൽത്ത് കെയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇത് മാത്രമല്ല, ഇവിടെ ഡെയിലി നമ്മുടെ ലൈഫിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യണം. അതിപ്പോൾ ഒരു സാനിറ്റേഷൻ ആയാലും, നമ്മളിപ്പോൾ കുളിക്കാനും ബാക്കിയുള്ള സൗകര്യങ്ങളായാലും, അല്ല ഇവിടെ ഇപ്പോൾ റെഗുലർ മെഡിക്കേഷൻസ് കാണുന്നത് പ്രൊവൈഡ് ചെയ്യാനായാലും. ഇത് മാത്രമല്ല, എൻ്റർടൈൻമെൻറ്റും ബാക്കി നമ്മുടെ മെൻ്റൽ സപ്പോർട്ടും ഒക്കെ ഇവർക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം ഡിസാസ്റ്ററിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഡിസാസ്റ്ററിൽ നമ്മൾ ജസ്റ്റ് പോയി ആ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമല്ല, ഈ ബാക്കിയുള്ള വിക്ടിംസിൻ്റെ ആ സപ്പോർട്ടും കൂടി നമ്മൾ ആക്ച്വലി പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഇതിന് ജസ്റ്റ് ഒരു ഹെൽത്ത് കെയറിന് ഒരു ടീം മാത്രം മതിയാവില്ല. നമ്മുടെ കൂടെയുള്ള വോളണ്ടിയേഴ്സ് വേണം, ഗവൺമെൻറ് സപ്പോർട്ട് വേണം. പിന്നെ ഇതിൽ സഹായിക്കാൻ ചിലപ്പോൾ എല്ലാ ആൾക്കാരുടെയും സപ്പോർട്ടായിരിക്കും നമ്മൾ ആക്ച്വലി ഈ ഒരു കാര്യം ഡീൽ ചെയ്യാം. ഡോക്ടർ, ഇപ്പോൾ ഈ ഒരു ഡിസാസ്റ്റർ വരുന്നതിന് മുമ്പ് നമുക്ക് ആർക്കും അറിയില്ല, പെട്ടെന്നാണ് വരുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ ഒരു മഴക്കാലം വരുമ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ളത് ഒരു 2018 മുതൽ നമ്മൾ കണ്ടുവരുന്നതാണ്. ഫ്ലഡ് വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ കൊറോണ വന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ പല ഹെൽത്ത് ഇഷ്യൂ പരമായിട്ടുള്ള കാര്യങ്ങളും വന്നു പോയി. അപ്പൊ ഇനിയും ആൾക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇങ്ങനെയുള്ള സഡൻ ഡെത്ത് അല്ലെങ്കിൽ സഡൻ ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടാവും എന്ന് ആൾക്കാർ ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കൂടുതലും കുറച്ചുകൂടി പ്രിക്കോഷൻസ് പരമായി എന്തെങ്കിലും കൊടുക്കണം എന്ന് തോന്നുന്നു. തീർച്ചയായും നമ്മുടെ ഇപ്പോഴത്തെ ഇതിൽ പറയുന്ന പലതിനകത്തും ഒരു നമ്മുടെ ഒരു ഹ്യൂമൻ ഫാക്ടറും കൂടി ഉണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ ആക്ച്വലി എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ഡെവലപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഉണ്ടാകുന്നത് നമ്മളെ നേച്ചർ റെസ്പെക്ട് ചെയ്യാതെ ചെയ്യുന്ന പല കാര്യങ്ങളിലും ആണ് ആക്ച്വലി പിന്നെ നമുക്ക് തന്നെ ഒരു വലിയൊരു ബാധ്യതയായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ആക്ച്വലി ഗവൺമെന്റ് ലെവലിൽ റെസ്ട്രിക്ഷൻസ് വയ്ക്കുക തന്നെ വേണം. ഇതിപ്പോൾ നമ്മൾ ആസ് എ പബ്ലിക് നമ്മൾ മനസ്സിലാക്കണം, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ലെന്നുള്ളതിന് പ്രത്യേകിച്ച് ഇങ്ങനെ പറയുന്നതിന് പല കാരണങ്ങളുണ്ടാവും. ഇപ്പൊ നമ്മൾ ഇൻസിഡന്റ് എടുക്കുവാണെങ്കിൽ നമ്മൾ തുരങ്കം വെക്കുന്നതിന് നമ്മൾ പല പ്രിക്കോഷൻ എടുക്കേണ്ടതായിരുന്നു. അപ്പൊ അത് എടുക്കാതെ പോകേണ്ട സംഭവിച്ചൊരു ഇതാണ്. പലപ്പോഴും നമ്മളിലേക്ക് ഒരു 90% മിക്കവാറും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വാസം നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും ആ ഒരു 10% ചാൻസ് ഉണ്ട് ഇതൊരു ഡിസാസ്റ്റർ ആകാനായിട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യേണ്ട രീതിക്ക് ചെയ്യുക. അത് ലീഗലി ആണെങ്കിലും അല്ലെങ്കിൽ ആ നേച്ചറിനെയും ആ എക്കോസിസ്റ്റം റെസ്പെക്ട് ചെയ്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ കുറേയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെ, ഇപ്പോൾ കൊറോണ നമ്മൾ ആരും പ്രതീക്ഷിച്ച കാര്യമല്ല. അപ്പോൾ അതൊക്കെ ആക്ച്വലി വരുവാണെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മുടെ റെസിലിയൻസ് ആണ് നമ്മളെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് വന്ന് എങ്ങനെ തരണം ചെയ്യും, പിന്നെ എങ്ങോട്ട് മുമ്പോട്ട് പോകുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഡിസാസ്റ്റേഴ്സ് വീണ്ടും വീണ്ടും വരുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഒരു ഗവൺമെന്റ് ലെവലിൽ നമ്മൾ ആക്ച്വലി പ്രിപ്പയർഡ് ആയിരിക്കാനുള്ളൊരു ഇമ്പോർട്ടൻസിന് കാണുന്നുണ്ട്.
നമ്മൾ പല ഡിസാസ്റ്റർ നമ്മളെ പലതും പഠിപ്പിച്ചു. ഇപ്പൊ നമ്മൾ നിപ്പ എടുത്താലും കൊറോണ എടുത്താലും നമ്മളിപ്പോ ഇങ്ങനത്തെ ഫ്ലഡ്സ് ഒക്കെ എടുത്താലും ഇത് പലതിനും പല രീതികളാണ് മനുഷ്യനെ എഫക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് എടുക്കേണ്ട പ്രിപ്പയർനെസ്സും പല രീതിയിലാണ്. അപ്പൊ ഇത് എങ്ങനെയൊക്കെ എടുക്കണം എന്നുള്ളത് ആക്ച്വലി നമ്മൾ ഓരോന്ന് കണ്ട് പഠിക്കുമ്പോഴും അത് നമ്മൾ കണ്ടിന്യൂയും കൂടി വേണം. അത് നമ്മുടെ ഏറ്റവും താഴെ തട്ട് മുതൽ ഏറ്റവും ചെറിയൊരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് ലെവൽ മുതൽ ആക്ച്വലി നമ്മൾ ഇതിനുള്ളൊരു ബിൽഡപ്പ് ഉണ്ടാവണം. പെട്ടെന്നൊരു എമർജൻസി ഉണ്ടായാൽ ഈ വ്യക്തികളെ എങ്ങോട്ട് കൊണ്ടുപോകണം, എങ്ങനെ ചികിത്സിക്കണം, എങ്ങനെ നമുക്ക് അവരെ ടേക്ക് കെയർ ചെയ്യാമെന്നുള്ള ഈ ഒരു സിസ്റ്റത്തിനൊക്കെ നമുക്ക് ആക്ച്വലി ഈ ഡിസാസ്റ്റർ ഇനി ഉണ്ടാവുകയാണെങ്കിൽ തന്നെ തരണം ചെയ്യാമെന്നുള്ളതിന് ഒരു സ്റ്റാർട്ടിങ് ആവുക. ഓക്കെ, നമുക്ക് അടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവിടെ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് എന്തായാലും ഉണ്ടായിരിക്കണം. ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ ആകുമ്പോൾ തന്നെ ആ ഒരു എമർജൻസി ഘട്ടങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും, ഇപ്പോൾ ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ വരും എന്ന് നമുക്ക് തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു ഇൻഫർമേഷൻ എന്തൊക്കെയായിരിക്കും? അപ്പോൾ ഐഡിയലി എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ മിക്കപ്പോഴും നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ഡിസാസ്റ്റർ ഒരു കബോർഡ് അല്ലെങ്കിൽ കബോർഡ് ഒരു ഏരിയയാണ് നമ്മൾ ആക്ച്വലി ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട്. അതായത് നമുക്ക് എപ്പോഴും എക്സസ് ആയിട്ട് നീഡ് വരുവാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള മെഡിക്കൽ സപ്ലൈസ് എല്ലാം നമ്മൾ ആക്ച്വലി സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അത് ആക്ച്വലി നമ്മൾ ഡെയിലി യൂസിന് യൂസ് ചെയ്യാറില്ല. ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷനിൽ ഇത് മാത്രമല്ല ഡിസാസ്റ്റർ നമ്മൾ ബേസിക്കലി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നീഡ് റിസോഴ്സിനെക്കാട്ടി എപ്പോഴെങ്കിലും നമ്മൾ അത് കൂടുതലാവുകയാണെങ്കിൽ ഡിസാസ്റ്റർ എന്ന് പറയാം. ഇപ്പം നമുക്കിപ്പോൾ ഒരു 10 പേരുള്ള ബെഡുള്ള ഒരു ഹോസ്പിറ്റലിൽ 50 പേര് വന്ന ഡിസാസ്റ്റർ ആണത്. കാരണം അവർക്കൊരു മാനേജ് ചെയ്യാനുള്ള മാൻ പവർ ഇല്ല, റിസോഴ്സസ് ഇല്ല. അപ്പൊ എവിടെ സംഭവിക്കുമ്പോഴും നമ്മൾ നോക്കേണ്ടത് നീഡും റിസോഴ്സസും തമ്മിലുള്ളൊരു ഇംബാലൻസ് ആണ്. അപ്പൊ എപ്പോഴും നമ്മൾ ആ ഒരു ഇംബാലൻസ് കറക്റ്റ് ചെയ്യാനുള്ള പ്രിപ്പയർനെസ് എപ്പോഴും ഉണ്ടാവണം. ഡിസാസ്റ്ററിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മെഡിക്കൽ ട്രീറ്റ്മെന്റ് മാത്രമല്ല, വേറെ പല കാര്യങ്ങളും ഉണ്ട്. അതായത് ബേസിക്കലി നമ്മളിപ്പം ഒരു സംഭവിക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേര് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഓടി കയറുന്നു, ഇവരാരെ ഹാൻഡിൽ ചെയ്യും. അപ്പൊ ഇതൊക്കെ ആക്ച്വലി ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് മാത്രമല്ല, അവിടെ അഡ്മിനിസ്ട്രേഷനും ഓപ്പറേഷൻസും ഒക്കെ ഇതിൽ ആക്ച്വലി ഒരു വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. എപ്പോഴും ഡിസാസ്റ്റർ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നൊരു നമ്മളൊരു ഇൻസിഡന്റ് കമാൻഡ് സെന്റർ പ്രിപ്പയർ ചെയ്യും. ഒരു ഏരിയയിൽ നമ്മളൊരു ഏരിയ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ അവിടെ ഈ വരുന്ന ആൾക്കാരെ നമ്മൾ സ്വീകരിക്കാനും സംസാരിക്കാനൊക്കെ ഉള്ളൊരു ഏരിയ വേണം. പിന്നെ ഒരു ട്രയൽ സിസ്റ്റം വേണം. ഇത് വരുന്ന നമുക്ക് എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സാധാരണ ഒരു ഹോസ്പിറ്റലിൽ നമ്മളെ വരുന്ന എല്ലാ ആൾക്കാരും ട്രീറ്റ് ചെയ്യും. ഡിസാസ്റ്ററിൽ പക്ഷേ നമുക്ക് പരിമിതികളുണ്ട്. നമ്മൾ ഏറ്റവും ചികിത്സ അർഹിക്കുന്ന ആൾക്കാരെ മാത്രമേ നമ്മൾ ആദ്യം കെയർ ചെയ്യാം. അപ്പൊ ഇത് ആ വരുന്ന ആൾക്കാർ മനസ്സിലാക്കണം. എന്ന് വെച്ചാല് നമുക്ക് എല്ലാവരും ഇമ്മീഡിയറ്റ്ലി ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും ഇപ്പൊ ചെറിയ ഇപ്പൊ കയ്യിലൊരു മുറിവാണ് അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും. ബാക്കിയുള്ളവരെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ശേഷം വരയ്ക്ക് അവരോട്ട് പോവുക. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ അറേഞ്ച് ചെയ്യാനും അവരെ ഇങ്ങനെയൊക്കെ ഗൈഡ് ചെയ്യാനൊക്കെ വേണ്ടിയുള്ള ഒരു ടീമാണ് ഉണ്ടാവണം. പിന്നെ അതേപോലെ ഈ ട്രയേജ് എന്ന് പറയുന്നത് അവിടെ തന്നെ ഡീകണ്ടാമിനേഷൻ അത്യാവശ്യമാണ്. നമ്മൾ ഫ്ലഡ് എടുക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ആക്ച്വലി അവിടെ വരുന്ന ആൾക്കാർക്ക് ഒരുപാട് മണ്ണും ഇതൊക്കെ സോക്സ് ഡേ വരാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും അതിൽ കണ്ടിജൻസിലുള്ള പല അണുക്കളുണ്ടാവും. ഇവരെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. ഇതൊക്കെ ആക്ച്വലി ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. പിന്നെ ഈ ഡിസാസ്റ്റർ തന്നെ ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് എൻവയോൺമെന്റൽ ഇഞ്ചുറീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ള കൂടുതലാണ്. കാരണം വെള്ളത്തിലൊക്കെ മുങ്ങുമ്പോൾ തണുപ്പും ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഹൈപ്പോതെർമിയ അടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ ആക്ച്വലി ഇങ്ങനത്തെ പ്രൊട്ടക്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് മിക്കവാറും ഈ ട്രയേജ് ഏരിയയിലായിരിക്കും. നമ്മൾ പെട്ടെന്ന് അവരുടെ ബോഡി കവർ ചെയ്യുക, തണുപ്പിൽ നിന്ന് വരെ സംരക്ഷിക്കുക. ഇതൊക്കെ ആക്ച്വലി എടുത്തതിന് ശേഷമായിരിക്കും ഇവരെ നമ്മൾ ഹോസ്പിറ്റലിനകത്തെടുത്ത് നമ്മൾ ബാക്കി പരിശോധനയിലോട്ട് പോവുക. അത് എപ്പോഴും ഡിസാസ്റ്റർ നമ്മൾ ഏറ്റവും ചികിത്സ അർഹിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക, അതിനുശേഷം ബാക്കിലോട്ട് പോകുന്നതായിരിക്കും. പിന്നെ ഡിസാസ്റ്ററിൽ എപ്പോഴും നമ്മുടെ ഹോസ്പിറ്റൽ ലെവലിൽ എപ്പോഴും ഈ ബൈസ്റ്റാൻഡേഴ്സും ബാക്കി പൊതുജനങ്ങൾക്കൊക്കെ എപ്പോഴും ആകാംക്ഷ എത്ര പേര് മരിച്ചു, എന്തൊക്കെ സംഭവിച്ചു, ഈ ഒരു നമ്പേഴ്സൊക്കെ അറിയാനുള്ളൊരു ഇത് കാണും. അപ്പോൾ അതിന് ആധികാരികമായിട്ട് ഈ ഇൻഫർമേഷൻ കൊടുക്കാവുന്ന ഒരു ആളെ ഏർപ്പാടാക്കുകയും വേണം. യൂഷ്വലി ഹോസ്പിറ്റലിൽ ആകുമ്പോഴത്തേക്ക് ഒരു ചീഫ് ലൈസൻസ് ഓഫീസറോ മെഡിക്കൽ സൂപ്രണ്ടോ ആയിരിക്കും അധികമായിട്ട് പറയുക, ഞങ്ങൾക്ക് ഇത്രയും പേര് ഇവിടെ വന്നു, ഇത്രയും പേര് ഇവിടെ ചികിത്സയിലുണ്ട്, ചിലപ്പോൾ 1-2 പേര് മരണപ്പെട്ടു എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഒരിക്കലും അതൊരു ഗസ് വർക്കോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന അതെ ഒരിക്കലും നമ്മള് ജസ്റ്റ് ഗസ് വർക്കിൽ ഇപ്പൊ നമ്മൾ കാണുന്ന പോലെ ഇപ്പൊ ഇന്നലെയും കണ്ടത് ജസ്റ്റ് നമ്മളൊരു കാര്യം കേട്ട ഉടനെ നമ്മൾ റീലാക്കി അല്ലെങ്കിൽ നമ്മളതങ്ങ് നമ്മുടെ ഓൺ ഒപ്പീനിയൻ നമ്മളങ്ങ് പുറത്ത് ഇത് പറയുക. പക്ഷെ അത് കറക്റ്റ് ആണെന്ന് ഒരിക്കലും ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അതിലുള്ള റിയാക്ഷൻസിലായിരിക്കും പിന്നെ ആൾക്കാർ ഫോക്കസ് ചെയ്യുക. ഡോക്ടർ, ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ വന്നു, ഫ്ലഡ് വന്നു, അപ്പോൾ ഇങ്ങനെയുള്ളവരെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ അവരുടെ വീട് ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ഇൻലോസിനെ എല്ലാവരെയും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവരെ എല്ലാവരെയും നമുക്ക് ഹോസ്പിറ്റലിൽ അക്കോമഡേറ്റ് ചെയ്യാനുള്ളത് ബുദ്ധിമുട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ സ്കൂളുകളിലോ അല്ലെങ്കിൽ അടുത്തുള്ള പബ്ലിക് ആയിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളിലോ ഒക്കെ ആയിരിക്കും ഇവരെയൊക്കെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യുക. ആ സ്ഥാപനങ്ങളിൽ എന്തൊക്കെ പ്രിക്കോഷൻസ്, അതായത് എന്തൊക്കെ മെഡിസിൻസ്, എന്തൊക്കെ ഇവർക്ക് വേണ്ട നീഡ്സ് എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്? അതെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്. നമുക്ക് എപ്പോഴും അക്കോമഡേഷൻ നഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികൾ ഡിസാസ്റ്റർ ഉണ്ടാവാറുണ്ട്.
ഇവരെ അക്കോമഡേറ്റ് ചെയ്യാൻ നമുക്ക് ഹോസ്പിറ്റലൊന്നും പറ്റുന്നതല്ല ഇല്ല. അപ്പോൾ അതിലെപ്പോഴും നമുക്ക് എപ്പോഴും ആ കമ്മ്യൂണിറ്റിയുടെ ഹെൽപ്പ് ചോദിക്കേണ്ടി വരും. ആ ചുറ്റുപാടുമുള്ള ഇത്തരം ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഇങ്ങനത്തെ കമ്മ്യൂണിറ്റി സെറ്റിങ്സ് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. യൂഷ്വലി എപ്പോഴും നമുക്ക് ഏറ്റവും എക്സസിബിൾ ആണ് സ്കൂളും അങ്ങനെയുള്ള ആക്ച്വലി കമ്പാർട്ട്മെന്റ് പോലെയുള്ള ബിൽഡിങ്സ്. അങ്ങനത്തെ ബിൽഡിങ്സ് നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് ആക്ച്വലി അതിൽ തന്നെ നമുക്ക് കിടക്കാനുള്ള ഏരിയാസ് പ്രൊവൈഡ് ചെയ്യണം, നമുക്ക് വാഷ്റൂംസ് ഒക്കെ യൂസ് ചെയ്യാനുള്ള അങ്ങനത്തെ വേണം. പിന്നെ പ്രൈവസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കുട്ടികളും ലേഡീസൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ഒരു ഏരിയ കൊടുക്കേണ്ടി വരും. അത് പോയിട്ട് അവർക്ക് ചികിത്സയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതിന് പ്രത്യേകം ഒരു ഏരിയ വേണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇവർക്ക് നല്ല വസ്ത്രം ഇമ്പോർട്ടൻ്റ് ആണ്. വസ്ത്രം, ആഹാരം, വെള്ളം ഇതൊക്കെ കൊടുക്കാനുള്ള പ്രൊവിഷൻസ് എപ്പോഴും നമുക്ക് കണ്ടിന്യൂസ്ലി എന്താ പറയുക അറേഞ്ച് ചെയ്യണം. അതേപോലെ ഇതിൽ തന്നെ പലർക്കും പെട്ടെന്ന് വയ്യാതാവുകയാണെങ്കിൽ ഷിഫ്റ്റ് ഔട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള പ്രൊവിഷൻസ് നമ്മൾ എപ്പോഴും റെഡി ആയിരിക്കണം. പിന്നെ പലപ്പോഴും നമ്മൾ ഒരുപാട് വോളണ്ടിയേഴ്സും ആൾക്കാരും അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഈ കിട്ടുന്ന സഹായങ്ങൾ കറക്റ്റ് ഇവരെ എത്തിക്കാനും കൂടി അറേഞ്ച്മെന്റ് ചെയ്യണം. പലപ്പോഴും ഞാൻ നേരിട്ട് പലപ്പോഴും ഇങ്ങനത്തെ ഇത് ഇൻവോൾവ് ആയിട്ടുണ്ട് അറിയാം. നമ്മളൊരു വലിയ ലോറികൾ കൊണ്ട് തട്ടിയിട്ടങ്ങ് പോവും പലതരത്തിലുള്ള ആഹാര സാധനങ്ങളും എല്ലാം. പക്ഷേ ഇത് അവിടെ നിന്ന് കിട്ടണമെന്നില്ല. കാരണം പല ആൾക്കും ഡൊണേറ്റ് ചെയ്യും, പലപ്പോഴും എമൗണ്ട് ഡൊണേറ്റ് ചെയ്യുന്നവരുണ്ട്, പല സാധനങ്ങൾ ഡൊണേറ്റ് ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ കൊണ്ട് അവിടെ കൊണ്ട് ഡംപ് ചെയ്യും. പക്ഷേ അത് അവിടെ നിന്ന് അങ്ങ് എത്തണമെങ്കിൽ ആരെങ്കിലും വിചാരിക്കണം. അപ്പോൾ അത് വോളണ്ടിയേഴ്സ് ആവാം, അല്ലെങ്കിൽ പഴയ സംഘടനകളാവാം. അതും കൂടി നടന്നാൽ മാത്രമേ അർഹിക്കുന്നവർക്ക് കയ്യിൽ ഈ സാധനം എത്തത്തുള്ളൂ. ഓക്കെ. അതേപോലെ നമ്മൾ എപ്പോഴും ഈ ഇങ്ങനത്തെ എന്താ ഷെൽട്ടർ ഹോംസ് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ടത് അവരുടെ മെന്റൽ ആസ്പെക്ട് എന്താ പറയുക നമ്മൾ കൺസിഡർ ചെയ്യണം. പലപ്പോഴും അത് പല റേഞ്ചിലാണ് വരുന്നത്. നമ്മളിപ്പോൾ അഡൾട്ട്സ് ആണെങ്കിൽ നമുക്ക് പലപ്പോഴും നമുക്ക് സംസാരിച്ചൊക്കെ നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. കുട്ടികളിൽ ആക്ച്വലി പലപ്പോഴും ഡിസാസ്റ്റർ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അറിയില്ല, എന്താ സംഭവിച്ചെന്ന് മനസ്സിലാക്കാൻ പോലും ഉള്ള ഒരു കഴിവ് അവർക്ക് ഇപ്പോൾ ഉണ്ടാവില്ല. ഇവർക്ക് പലപ്പോഴും അതിന്റെ ട്രോമ മറ്റവരെ പോലും അതിനെക്കാട്ടും അധികമായിട്ട് അഫക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പലപ്പോഴും രാത്രി ഉറങ്ങാതെ ഞെട്ടിലോടെ എണീക്കുക, ചിലപ്പോൾ അധികമായിട്ട് കരയുക, അല്ലെങ്കിൽ ചിലപ്പോൾ ടെൻഷനോടെ ഇരിക്കുക. ഇതൊക്കെ ആക്ച്വലി കുട്ടികളുടെ ഈ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ആയിട്ട് വരും. അപ്പോൾ ആക്ച്വലി ഇത് നമ്മൾ കൂടുതൽ കരുതേണ്ടുന്ന സമയമാണ് ഡിസാസ്റ്റർ. അതേപോലെ തന്നെ പ്രായമായ ആൾക്കാരല്ല ഡിസാസ്റ്ററിന്റെ കൂടെ തന്നെ പലപ്പോഴും പല അസുഖങ്ങളുള്ള ആൾക്കാരായിരിക്കും. ഇവർക്ക് ആക്ച്വലി ഈ പറഞ്ഞ ഇവരുടെ ആ ദിനചര്യ മുഴുവൻ തെറ്റും. അവരെ മെഡിക്കേഷൻസ് കഴിക്കാൻ പറ്റില്ല, അവരുടെ അതൊന്നും കാണത്ത പോലും ഇല്ല. പിന്നെ ഇവരെ ടേക്ക് കെയർ ചെയ്യുന്ന ചിലപ്പോൾ റിലേറ്റീവ്സിൽ മരിച്ചു പോയിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ഇവര് വേറെ എങ്ങോട്ടെങ്കിലും മാറിപ്പോയി കാണും, ഇവരൊപ്പം ഒറ്റയ്ക്കായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ കെയർ ചെയ്യേണ്ടുന്ന സിറ്റുവേഷൻ ആണ്. ചിലപ്പോൾ ഹെൽത്തിയർ ആൾക്കാർ നമ്മൾ കുറച്ചൊന്ന് മാറ്റി വെച്ചാലും എപ്പോഴും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക കുട്ടികളിലും മുതിർന്നവരും അതേപോലെ പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാരിലൊക്കെ. ഇവർക്ക് ആക്ച്വലി കുറച്ചുകൂടി എക്സ്ട്രാ കെയർ കൊടുക്കണം. ഓക്കെ. ഇപ്പോൾ മെഡിസിൻസ് ആയിരുന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ കരുതേണ്ട ആവശ്യമുണ്ട്. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള ഒരു മലയോര പ്രദേശങ്ങളിലാണ് ജീവിക്കുന്ന ആൾക്കാർക്കാവുമ്പോൾ എപ്പോഴും ഒരു ഭയം ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ പോലും കൊച്ചിയിലൊക്കെ നമ്മൾ കണ്ടിരുന്നു ഫ്ലഡ് വന്നപ്പോഴുള്ള ആ ഒരു മാറ്റവും എല്ലാം എല്ലാവരും വീടിന്റെ മേളിലും ഒക്കെ കയറിയിരുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഈ ഒരു മഴക്കാലത്ത് എന്ത് വേണമെങ്കിലും വരാം. നമ്മൾ എന്തൊക്കെ കരുതി വെക്കണം നമ്മുടെ വീട്ടിൽ തന്നെ? അതായത് ഡിസാസ്റ്റർ നടക്കുമ്പോഴുള്ള സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അതായത് നമുക്ക് ആക്ച്വലി പലപ്പോഴും നമുക്ക് ഫസ്റ്റ് ഉള്ളത് ഇമ്പാക്ട് ട്രോമ എന്ന് പറയുന്നത്. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ദേഹത്തൊന്ന് വീട് അങ്ങനെയൊക്കെയുള്ള മുറിവുകളൊക്കെ ആണെങ്കിൽ അതിനുള്ള നമ്മൾ പ്രിക്കോഷൻ എടുത്തു വെച്ചിട്ടും കാര്യമില്ല. പക്ഷേ നമ്മൾ എപ്പോഴും ഡിസാസ്റ്റർ വന്നതിന് ശേഷം ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട്. പലപ്പോഴും ഇൻഫെക്ഷൻ ഡിസീസ് വല്ലാണ്ട് കൂടും. ബ്ലഡിലും അല്ല മീൻസ് നമ്മുടെ വെള്ളത്തിലൊക്കെ പടരാവുന്ന പല ഇൻഫെക്ഷൻസും അല്ലെ നമ്മുടെ എയർബോൺ ആയിട്ടുള്ള പോലും. ഇപ്പൊ നമ്മുടെ ഈ പറഞ്ഞ ഷെൽട്ടർ ഹോംസിൽ പോലും ഒരാൾക്കൊരു പനി ഉണ്ടായാൽ മിക്ക ഗ്രൂപ്പുകൾ എല്ലാവർക്കും പനി കിട്ടും, ചുമച്ചും അങ്ങനെയൊക്കെ. അപ്പൊ ഇതൊക്കെ നമ്മൾ ആക്ച്വലി ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ഡിസാസ്റ്റർ. അപ്പൊ ഇതിനുള്ള നമ്മൾ ആന്റിബയോട്ടിക്സും ബാക്കിയുള്ള മെഡിക്കേഷൻസ് ഒക്കെ നമ്മൾ എപ്പോഴും ഒരു ബാക്കപ്പ് വെക്കുന്നത് നല്ലതാണ്. എസ്പെഷ്യലി ഈ പറഞ്ഞ എൽഡേർലി ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് അസുഖം വരാനും ആക്ച്വലി ബുദ്ധിമുട്ട് വഷളാവാനുള്ള സാധ്യത ഈ സിറ്റുവേഷൻസിലുണ്ട്. കാരണം അവർ ഓൾറെഡി മെന്റലി ഡിപ്രസ്ഡ് ആണ്. ഈ സമയത്ത് ഇങ്ങനത്തെ അസുഖങ്ങൾ വന്നാൽ അത് കുറച്ചും കൂടി പെട്ടെന്ന് മോശമാവും. അപ്പൊ ഇങ്ങനത്തെ മെഡിക്കേഷൻസ് ഒക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ ഷെൽട്ടർ ഹോംസിൽ കരുതണം. അതായത് ബേസിക് ആന്റിബയോട്ടിക്സ്, പിന്നെ ഡ്രസ്സിങ്ങിനൊക്കെ വേണ്ടിയുള്ള മെറ്റീരിയൽസ്, മുറിവുകളൊക്കെ വെച്ച് കെട്ടാനും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനത്തെ ഷെൽട്ടേഴ്സിൽ ഉണ്ടാവണം. നമ്മൾ വീട്ടിലും അങ്ങനെ ഒന്നും ഇത് അറേഞ്ച് ചെയ്യുന്നത് പ്രത്യേകിച്ച് നമുക്കൊരു ബെനിഫിറ്റ് ഇല്ല. കാരണം ആ വീട് ഒലിച്ചു പോയാൽ അതോടെ അതെ. പക്ഷേ പോകുന്ന ഡിസാസ്റ്റർ ടീംസോ അല്ലെങ്കിൽ നമ്മളെ സംഘടനകളോ നമ്മൾ ഈ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന ഗ്രൂപ്പുകളോ എപ്പോഴും ഇങ്ങനത്തെ ട്രോമയ്ക്ക് വേണ്ടിയുള്ള നമ്മൾ ഡ്രസ്സിങ് മെറ്റീരിയൽസും ബീറ്റാഡ് ഇങ്ങനെയുള്ള ബേസിക് മരുന്നുകളും പിന്നെ ആന്റിബയോട്ടിക്സും അങ്ങനത്തെ അതുപോലെ പെയിൻ കില്ലേഴ്സും അങ്ങനത്തെ ഇതും എസ്പെഷ്യലി കൊണ്ടുപോവുകയാണെങ്കിൽ
ഒരുപാട് ഹെൽപ്പ് ചെയ്യുമായിരിക്കും. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക, ഈ ഒരു ഡിസാസ്റ്ററിൽ പെട്ട ആളുകൾക്ക് പരിക്കൊക്കെ ഏറ്റ് ബ്ലഡ് ഒത്തിരി പോവുമായിരിക്കും. അപ്പൊ അവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ആരെയും കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്പേഴ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവർക്ക് കൊടുക്കാനും പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ അത് എവിടെ നിന്നാണ്, എങ്ങനെയാണ്? പലപ്പോഴും നമ്മൾ ഡിസാസ്റ്റർ നമ്മൾ ആക്ച്വലി ഷെൽട്ടർ നമ്മൾ പുറത്ത് നമ്മുടെ ഈ ഡിസാസ്റ്ററിന്റെ മെയിൻ ഇരുന്ന് കുറച്ച് മാറി നമ്മളൊരു ഷെൽട്ടർ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ പലപ്പോഴും നമ്മൾ പറഞ്ഞ പോലെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് മാത്രമല്ല, പല വോളണ്ടിയേഴ്സും പല സംഘടനകളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ ഇവരുടെ ആക്ച്വലി പലപ്പോഴും നമ്മൾ റിയൽ ആയിട്ട് കാണുന്നത് തന്നെ പലപ്പോഴും ഇവർ ത്രൂ ആയിരിക്കും. പല നമ്മൾ ഇപ്പോഴത്തെ ഇത് പറയുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന് വോളണ്ടിയേഴ്സിന് തരും. ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരിൽ ബ്ലഡ് ഡൊണേഷൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നൊക്കെ ചോദിച്ച് വച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ആക്ച്വലി ആവശ്യമനുസരിച്ച് അത് പ്രൊവൈഡ് ചെയ്യുക. ബട്ട് പറഞ്ഞു തരുവാണെങ്കിലും പലപ്പോഴും ഞാൻ ട്രോമ ആയിരിക്കും ഫസ്റ്റ് ഇമ്പാക്ട് നമ്മുടെ ഈ ഡിസാസ്റ്റേഴ്സിൻ്റെയും. അതിനുള്ള ബ്ലഡ് ഒരുപാട് ആവശ്യമാണ്. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിയും അധികം ആക്ച്വലി ആവശ്യമാണ്. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് സഹായിക്കണമെന്ന് ഇങ്ങനത്തെ സിറ്റുവേഷൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു സപ്പോർട്ട് നമ്മുടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഹെൽത്തി ആയി തന്നെ ഇരിക്കുകയും വേണം. ഇപ്പോഴത്തെ കാലത്ത് എല്ലാം ഇപ്പൊ തൂഫാൻ ഓപ്പറേഷനും ഒക്കെ നടക്കുന്നതുകൊണ്ട് ഞാൻ ഒന്നും കൂടി എടുത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എല്ലാവരും ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ ഡോക്ടർ, ഈ ഒരു സർവൈവർ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കുമല്ലോ ഈ ഒരു ഡിസാസ്റ്റർ ഒക്കെ വന്നിട്ട്, അവർക്ക് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാൻ? അതെ, നമ്മൾ പലപ്പോഴും നമ്മുടെ ഡിസാസ്റ്റർ വരുമ്പോഴത്തേക്കും നമ്മുടെ ഹെൽത്ത് ആസ്പെക്ട് പലപ്പോഴും പെട്ടെന്ന് റിക്കവർ, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് മുറിവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അത് മുറിവൊക്കെ ഉണങ്ങും. പക്ഷേ നമ്മുടെ മെന്റൽ ആ ഒരു ട്രോമയൊക്കെ ആക്ച്വലി റിക്കവർ ഒരുപാട് സമയം എടുക്കും. പലപ്പോഴും മാസങ്ങൾ വർഷങ്ങൾ എടുക്കുന്ന ആൾക്കാരും ഉണ്ടാവും. പിന്നെ ഇവർക്ക് ആക്ച്വലി റിയൽ ലൈഫിലുണ്ടായ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ പേഴ്സണൽ ലോസസ്, നമ്മുടെ റിലേറ്റീവ്സും അല്ലെങ്കിൽ ഫാമിലി നഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരുടെ സ്ഥലവും വീടൊക്കെ നഷ്ടപ്പെട്ട ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ അതിൽ നിന്ന് ആക്ച്വലി റിക്കവർ ചെയ്യാൻ ഒരുപാട് കാലം എടുത്തേക്കാം. അപ്പൊ ഇതിൽ ഏറ്റവും നമ്മുടെ കേരളം തന്നെ തിരിച്ചു കാണിച്ചതാണ് റെസിലിയൻസ് എന്നുള്ള വാക്ക്. അതായത് നമ്മൾ വീണ്ടും തിരിച്ചു വരുമെന്നുള്ളതിന് ഒരു എന്താ പറയുക, ആ ഒരു ഡ്രൈവാണ് ആക്ച്വലി നമ്മുടെ കേരളത്തിലെ ആൾക്കാരൊക്കെ ഉള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴും ഇവിടുത്തെ പറയേണ്ടത് ഇത് തന്നെയാണ്, ഈ ഒരു ഹോപ്പ് നഷ്ടപ്പെടാതിരിക്കുക. കാരണം വെച്ചാൽ ഓവർ ടൈം എങ്ങനെയാലും അതൊക്കെ ശരിയായി വന്നോളൂ എന്നാണ്. അതെ, കാരണം എപ്പോഴും അതേപോലെ എപ്പോഴും ഡിസാസ്റ്റർ കഴിഞ്ഞ ആൾക്കാർക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ട് നിർബന്ധം എന്ന് പറയുന്നില്ല. പക്ഷെ എന്തായാലും ആവശ്യമുള്ളവർക്ക് എപ്പോഴും പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ടെന്നുള്ളത് മറ്റുള്ളവരുടെ മനസ്സിലാക്കിയിരിക്കുക. എന്തെങ്കിലും ഡിപ്രഷനോ അല്ല അങ്ങനെ ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്. ഡിസാസ്റ്ററിനെ കുറിച്ചായിരുന്നു നമ്മളിന്ന് സംസാരിച്ചത്. ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു കാര്യത്തെക്കുറിച്ചായിരുന്നു. അതിൻ്റെ പ്രിക്കോഷൻസ് ഒക്കെ എങ്ങനെ എടുക്കാം, എങ്ങനെ ഹെൽത്തി ആയിട്ട് ഇരിക്കാം എന്നതിനെ കുറിച്ചാണ്. മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.